ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഇവിടെ ഞാൻ കട്ട് ചെയ്യാൻ നിൽക്കുന്നത് ഇലാസ്റ്റിക് ഫ്രോക്കാണ്. അതിന് നമ്മൾ ഒരു തുണിയെ രണ്ടാക്കി മടക്കിയതിന് ശേഷം നമ്മൾ ഈ ചിത്രത്തിലുള്ള മറിക്ക് ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തണം. ഇത് നമുക്ക് ഷോൾഡറിന് കൈ വെക്കുന്ന വതലക്ക് വള്ളിയാണ് വെക്കുന്നത്. അതിനുള്ള 2 പീസ് തുണിയാണ്. ഇത്ര മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് കട്ടിങ് കിടക്കാം. ഞാനിവിടെ 40 ചെസ്റ്റ് അളവുള്ള ഒരു ഉടുപ്പാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്യാൻ നിൽക്കുന്നത്. അതിന് നമ്മൾ ഇത് ഫർദൻ്റെ ഷാളാണ്. അപ്പോൾ നമുക്കൊരു ഷാള് എടുത്തുകാണ്ട് ഈ ഷാളിനെ 2ആയി മടക്കുക. അപ്പോൾ നമുക്കിവിടെ ഇലാസ്റ്റിക്കിനുള്ള ഞാൻ ഇപ്പോൾ 2 വശത്തേക്കുള്ള ഇതാണ് എടുത്തത്. ഇത് കട്ട് ചെയ്യൊന്നും വേണ്ട, ഞാൻ നടുവിൽ മടക്കിയിട്ടുണ്ടോ. ഇനി നമുക്ക് ഓരോ ഇഞ്ചിൽ 1 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. മൊത്തം നമുക്ക് എത്ര വേണം വേസ്റ്റ് അളവ് നോക്കുക. കുട്ടിയുടെ ഇലാസ്റ്റിക് ഭാഗം എത്ര വേണമെന്ന് നോക്കുക. ഞാൻ നീളം എടുത്തിട്ടത് 28 ഇഞ്ചും തയ്യൽ തുമ്പ് അടക്കം 30 ഇഞ്ചുമാണ്. 2 ഇഞ്ച് തയ്യൽ തുമ്പും 30 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 30 ഉള്ള കുട്ടിക്ക് ഞാൻ 11 ഞാൻ വേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മളിനി ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ആദ്യം ഈ 11 അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി നമുക്ക് ഓരോരോ ഇഞ്ച് നമുക്ക് എത്ര ഇലാസ്റ്റിക്കിനുള്ള ഇത് കിട്ടും നോക്കട്ടെ. ആദ്യം 1ാമത്തെ ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. പിന്നെ 2.5 അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ 3.5 അടയാളപ്പെടുത്തി കൊടുക്കുക. 4.5 അടയാളപ്പെടുത്തി കൊടുക്കുക. 5.5 അടയാളപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇടവിട്ട് അടയാളപ്പെടുത്തി കൊടുത്ത് അടയാളം ഇട്ടു. അതുപോലെ തന്നെ അത് ഈ അറ്റം മുതൽ ഈ അറ്റം വരെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കാണ്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഞാനിങ്ങനെ അടയാളപ്പെടുത്തി. അത് ഈ അടയാളപ്പെടുത്തുന്നത് ഈ അടയാളത്തുമ്പോൾ കൂടിയാണ് നമുക്ക് ഇലാസ്റ്റിക് വെക്കാനുള്ളത്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഞാൻ 2 വിധം ഇലാസ്റ്റിക് ഉണ്ട്. നമുക്ക് നോർമലൊക്കെ നൂല് പോലത്തെ ഇലാസ്റ്റിക് ഉണ്ട്, 1/4 ഇഞ്ചിലുള്ള ഇലാസ്റ്റിക് ഉണ്ട്. ഇതിവിടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കണവർക്ക് ഇത് ഇങ്ങനത്തെ ഇഷ്ടംപോലെ കുട്ടികളെ എന്തെങ്കിലും ഡ്രസ്സുമെന്നൊക്കെ ഒഴിവാക്കിയതൊക്കെ ഉണ്ടാവും, അതെടുത്ത് പഠിച്ചാൽ മതി. പഠിക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഇങ്ങനത്തത് വാങ്ങിയാൽ മതി. ഇത് വലിയ റേറ്റൊന്നുമില്ല, അത്രയും നിങ്ങൾക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇനി ഇതുകൊണ്ട് വെച്ചാണെങ്കിലും ഇതുകൊണ്ടായാലും കുഴപ്പമില്ല. ഈ 2 കൊണ്ടും ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇനി നമ്മൾ ഇതിൻ്റെ അളവെടുത്തപ്പോൾ നമുക്ക് ഒരു ചെറിയ ഒരു കയ്യിനുള്ള ഇത് വെക്കണം. അതിന് നമുക്ക് ഇതിമ്മ തന്നെ കട്ട് ചെയ്യാം. അത് ഞാൻ അടിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഇതേപോലെ ചെയ്ത് വെക്കുക. എന്നിട്ട് സ്റ്റിച്ചിങ് കാണുമ്പോൾ ഞാൻ ചെയ്യുന്ന അതിൻ്റെ ഒപ്പം തന്നെ നോക്കിയിട്ട് ചെയ്താൽ മതി.